പുത്തൻ പ്രതീക്ഷകളുമായി പുതുവത്സരാഘോഷ നിറവിലേക്ക് ലോകം കടന്നു കഴിഞ്ഞു. റിപ്പബ്ലിക് ഓഫ് കിരിബാസിലെ ക്രിസ്മസ് ഐലൻഡിലാണ് 2026 ആദ്യം എത്തിയത്. പിന്നാലെ ന്യൂസിലാൻഡിലും പുതുവത്സരം പിറന്നു. വലിയ ആഘോഷം അവിടെയൊക്കെ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. 2026 സന്തോഷത്തോടെ ആഹ്ലാദാരവങ്ങളോടെ വരവേൽക്കുകയാണ് ലോകം. ജപ്പാൻ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പുതുവർഷം എത്താൻ പോവുകയാണ്. അവിടെയും ആഘോഷത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അവരുടേതായ സാംസ്കാരിക വൈവിധ്യങ്ങളുമൊക്കെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ, രാജ്യത്തിൻ്റെ ഐക്കണായ ഇടങ്ങളിൽ വലിയ ആഘോഷ പരിപാടികൾ, വലിയ ലൈറ്റ് ഷോ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. അത് യുവാക്കൾ മാത്രമല്ല, എല്ലാ പ്രായത്തിലുള്ളവരും അതങ്ങനെ ആഘോഷിക്കാനായി ഓടി ഇറങ്ങുന്നത്, കൊച്ചുകുട്ടികൾ മുതൽ. അത് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഈ ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ദീപക്കാഴ്ചയാണ്. വല്ലാത്ത ആവേശം, ആഘോഷം, ഉത്സവാഘോഷം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ആഘോഷങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ ലോകത്ത് മുഴുവനുമുള്ള കാഴ്ചകളുമായി നമ്മുടെ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഹാപ്പി ന്യൂ ഇയർ എന്ന് നമുക്ക് പറയാറായിട്ടില്ല അല്ലെ, പക്ഷെ അതിൻ്റെ ഒരു ആവേശം നമ്മളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പറയൂ, ഏറ്റവും ആദ്യം എവിടെ എത്തി, അത് മുതൽ ഇങ്ങോട്ടേക്ക് പറയും. തീർച്ചയായും സ്മിത, റീജിത്ത്, ഒരു മാലപ്പടക്കം പോലെ കിരിബാസ് ദ്വീപ് രാജ്യത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് പുതുവത്സരാഘോഷങ്ങൾ എന്ന് വേണം പറയാൻ. അതിനുശേഷം സമോവ കടന്ന് ഇതാ ന്യൂസിലാൻഡിൽ എത്തിയിരിക്കുന്നു. ഇനി ഓസ്ട്രേലിയയിലേക്കാണ് എത്താനുള്ളത്. സിഡ്നി നഗരം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി. എല്ലായിടത്തും പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ടും വലിയ ആഘോഷങ്ങളുമായും വലിയ നൈറ്റ് പാർട്ടികളുമായും ആളുകൾ പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പലതരത്തിലാണ് ഈ ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കിരിബാസിലെ വിശേഷങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ ആഘോഷങ്ങൾ നടക്കുന്നത്. ഒരുപാട് ലൈറ്റുകളൊന്നുമില്ലാതെ, ഒരുപാട് പ്രകാശങ്ങളൊന്നുമില്ലാതെ പുൽക്കൂടുകളുടെ വെളിച്ചം മാത്രം നിലനിർത്തി ആഘോഷങ്ങൾ നടക്കുകയാണെങ്കിൽ, ഇങ്ങ് ഡെൻമാർക്കിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ, ഇനി മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി പുതുവത്സരം എത്തുകയാണ്. മറ്റ് വളരെ വ്യത്യസ്തമായ തരം ആഘോഷങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഡെൻമാർക്കിലേക്ക് എത്തുകയാണെങ്കിൽ അവർ വീട്ടുപടിക്കൽ സെറാമിക് പ്ലേറ്റുകൾ ഉടച്ചുകൊണ്ടാണ് അവർ പുതുവത്സരത്തെ വരവേൽക്കുന്നത്. അമേരിക്കയിലാണെങ്കിൽ ന്യൂയോർക്കിൽ ഈ ടൈം സ്ക്വയറിൽ ഒരു ഫ്ലാഗ് പോളിൽ നിന്നും ഒരു ബോൾ താഴേക്ക് വീഴുകയാണ്. അത് കൃത്യം 12 മണിക്ക് നിലത്ത് പതിക്കുമ്പോഴാണ് പുതുവത്സരം ആളുകൾ ആഘോഷിക്കുന്നത്. ഇങ്ങോട്ട് ഇന്ത്യാനയിലേക്കൊക്കെ വരികയാണെങ്കിൽ വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നും ആളുകൾ തണ്ണിമത്തൻ താഴേക്കിട്ടാണ് പുതുവത്സരത്തെ സ്വാഗതം ചെയ്യുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ലോകമെമ്പാടും പുതുവത്സരം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നമ്മൾ പാപ്പാനിയെ കത്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് പോലെ പലയിടത്ത് പല രീതിയിൽ അവരുടെ സാംസ്കാരിക വ്യത്യസ്തതകൾ, വൈവിധ്യങ്ങളെല്ലാം വിളിച്ചോതുന്ന തരത്തിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ന്യൂസിലാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഓസ്ട്രേലിയയിലേക്കാണ്. സിഡ്നി നഗരത്തിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ തോതിലുള്ള മ്യൂസിക് നൈറ്റുകൾ, അതുപോലെ ഫീസ്റ്റുകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് എത്തുന്നു. ശേഷം ഇതാ ഫിജി, ഐലൻഡ് രാജ്യമായ റഷ്യയുടെ ഭാഗമായ ഫിജിയിലേക്ക് കൂടി പുതുവത്സരാഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പതുക്കെ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി എത്തുമ്പോൾ ആഘോഷങ്ങൾ കൂടുകയാണ്. നമ്മളെല്ലാവരും ആ ആഘോഷത്തിമിർപ്പിന്റെ ഒരു ഓളത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യങ്ങളിലേക്കായി പുതുവർഷം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ അവരുടേതായ സാംസ്കാരിക തനിമയൊക്കെ വ്യക്തമാക്കുന്ന തരത്തിൽ ചിലയിടങ്ങളിൽ ഈ മതപരമായ ആചാരങ്ങൾ കൂടി ഈ ആഘോഷത്തിന്റെ ഭാഗമാവുന്നുണ്ട്. പക്ഷേ ചെറുതല്ലാത്ത വൈവിധ്യമുണ്ടെങ്കിലും ആഘോഷം എന്നാൽ സന്തോഷമാണ്. അതെല്ലായിടത്തും ഒരുപോലെ. ഡെൻമാർക്കിനെ വലിയ ഇഷ്ടപ്പെട്ടു. നമുക്കും അങ്ങനെ ആഘോഷം വയ്ക്കണം എന്ന് തോന്നുന്നു. സെറാമിക് പ്ലേറ്റ്സ് ഇങ്ങനെ എറിയ പൊട്ടിക്കുക, അതുപോലെ തണ്ണിമത്തൻ മുകളിൽ നിന്ന് എറിയൊക്കെ നല്ല രസകരമായ ആഘോഷങ്ങളാണ്. അപ്പോൾ അത്തരം ആഘോഷ കാഴ്ചകൾ തന്നെയാണ് എല്ലായിടത്തും. ലോകം മുഴുവൻ ഇങ്ങനെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും നിറവിലാണ്.
ഏറ്റവും മനോഹരമായ ഒരു കൗണ്ട് ഡൗൺ ആണ് അതല്ലേ ഇങ്ങനെ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി നിർത്തി നമ്മളൊരു പുതിയൊരു തുടക്കത്തിലേക്ക് പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സന്തോഷം നിറഞ്ഞ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി വലിയ ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.